നമസ്കാരം. ഇന്നത്തെ കാലത്ത് കല്യാണം എന്നത് കല്യാണ വൈബായി മാറിയിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ മോഡൽ കല്യാണങ്ങളെ അനുകരിക്കുന്ന രീതിയിൽ ആട്ടവും പാട്ടും ഡിജയും ഒക്കെ ചേർന്ന കളർഫുൾ ആയിട്ടുള്ള കല്യാണം. പക്ഷെ അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അംബാനി തന്റെ മകന് വേണ്ടി നടത്തിയ 3 ദിവസം നീണ്ട ആഡംബര കല്യാണം, രൺബീറിന്റെയും ദീപികയുടെയും മറ്റൊരു ആഡംബര കല്യാണം, ഫഹദ് ഫാസിലും നസ്രിയയും നടത്തിയ മറ്റൊരു ഗംഭീരമായ കല്യാണം എന്നിവ ഒരു വശത്ത്. ഇനി പൃഥ്വിരാജും സുപ്രിയ മേനോനും നടത്തിയ വളരെ ലളിതമായ രീതിയിൽ നടത്തിയ കല്യാണം. ഇതുപോലെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു കല്യാണമാണ് ആഷിഖ് കപൂറിന്റെയും റീമ കല്ലിംഗലിന്റെയും കല്യാണം. അപ്പോൾ ഇന്ന് നമ്മൾ കാരവാൻ ആൾ ഇൻ വൺ ചാനലിലൂടെ സംസാരിക്കുന്നത് ഇത്തരം കല്യാണങ്ങളെ കുറിച്ചാണ്. ആഡംബരമായി വളരെ വൈബായി നടത്തുന്ന കല്യാണം മുതൽ ലളിതമായ ചടങ്ങിൽ നടത്തുന്ന ചെറിയ കല്യാണം വരെ. മുറ്റത്തിന് പന്തൽ കെട്ടുക, നാട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിക്കുക. കല്യാണത്തിന്റെ അന്ന് പന്തലിന് മുന്നിൽ ഒരു ടീപ്പോയൊക്കെ ഇട്ട് അതിൽ ഒരു 10-20 പാക്കറ്റ് സിഗരറ്റ് വെക്കുക. മുറുക്കുന്നവർക്ക് വേണ്ടി വെറ്റയും പാക്കും ചുണ്ണാമ്പും ഒക്കെ വെക്കുക. പന്തലിനോട് ചേർന്ന് മറ്റൊരു ചെറിയ പന്തൽ. അവിടെ കല്യാണത്തിന്റെ അന്നത്തേക്കുള്ള സദ്യവട്ടത്തിന്റെ ഒരുക്കങ്ങളായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ ടിപ്പിക്കൽ മലയാളികളുടെയും കല്യാണത്തിന്റെ ഏകദേശ ചിത്രം ഇങ്ങനെയായിരിക്കും. എന്നാൽ കാലം മാറി. കല്യാണങ്ങൾ നമ്മുടെയൊക്കെ ഫാമിലികളിൽ ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളായിരിക്കും നടത്തുക? സാമ്പത്തികം, ഇത് വളരെ പ്രധാനമാണ്. കാരണം സാമ്പത്തിക ഭദ്രതയില്ലാതെ ഒരു കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെഡിങ് കാർഡ്, പന്തൽ, അതിനു വേണ്ട ശബ്ദവും വെളിച്ചവും, വധുവിന്റെ ഡ്രസ്സ്, വരന്റെ ഡ്രസ്സ്, കല്യാണത്തിന് വേണ്ട മെനു, ഇവർക്കൊക്കെയും സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ, ആഭരണങ്ങൾ എന്ന് വേണ്ട മെഹന്തിയും ഹൽദിയും സംഗീതം വരെ ഇപ്പോൾ ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളിൽ പെട്ടതാണ്. മുമ്പ് നമ്മുടെ വീട്ടിലെ മുതിർന്നവരും കാരണവന്മാരൊക്കെയാണ് ഇതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിത് ആരെങ്കിലും ഏൽപ്പിക്കാൻ എടാ, നമ്മുടെ ഡോക്ടറുടെ മകളുടെ കല്യാണം നടത്തിയ ടീമില്ലേ, അത് അടിപൊളി പരിപാടിയല്ലേ? അത് സൂപ്പർ പരിപാടിയാണ്. അത് നടത്തിയതേ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവരാകുമ്പോ കെട്ടും കഴിച്ച് പാത്രവും കഴുകി പന്തലും അടിച്ചു വെച്ചിട്ട് പൊക്കോളും. നമുക്കൊരു ടെൻഷനില്ല. അത് കൊള്ളാം. അപ്പൊ പിന്നെ അവരെ ഏൽപ്പിക്കാം അല്ലേ? അപ്പോൾ അതാണ് കാര്യം. നമ്മൾ റിസ്ക് എടുക്കണ്ട. കല്യാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവർ നോക്കിക്കോളും. ഇൻവിറ്റേഷൻ കാർഡ് മുതൽ കല്യാണത്തിന്റെ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർ ഭംഗിയായി നോക്കിക്കോളും. ഒരു കല്യാണം ആഡംബരമായി നടത്താൻ വളരെയധികം പണം ആവശ്യമുണ്ട്. വളരെയധികം പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നടത്താം ആഡംബരമായ ഒരു കല്യാണം. ഇൻവിറ്റേഷൻ കാർഡിന്റെ ഡിസൈൻ മുതൽ ഈ പണച്ചെലവ് നമുക്ക് കാണാൻ കഴിയും. സേവ് ദ ഡേറ്റ്, മെഹന്തി, ഹൽദി, സംഗീത് തുടങ്ങിയ എന്തെല്ലാം ചടങ്ങുകൾ. ശരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരേന്ത്യൻ മാതൃകയാണ് നമ്മൾ പിന്തുടരുന്നത്. പ്രലോഭിപ്പിക്കുന്ന കോസ്റ്റ്ലി ആയ ഫുഡിന്റെ മെനു ആണ് മറ്റൊന്ന്. വരനും വധുവിനും സഞ്ചരിക്കാൻ ആഡംബര കാറുകൾ, അവർക്ക് അണിയാനുള്ള വില കൂടിയ വസ്ത്രങ്ങൾ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. നമ്മളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഒരു കല്യാണം വരികയാണ്. ഇത്രയാണ് നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ്. ഇത്രയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കല്യാണം നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഇൻവിറ്റേഷൻ കാർഡ് മുതൽ നമുക്ക് പണച്ചെലവ് കുറയ്ക്കാൻ സാധിക്കും. വരനും വധുവിനും അണിയാൻ വേണ്ടി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ്, പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സുകൾ അന്ന് ഒരു ദിവസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ റെന്റിനെടുക്കാം. വാടകയ്ക്ക് ഇപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ കിട്ടാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലുള്ള ചടങ്ങുകൾ, സേവ് ദി ഡേറ്റ്, മെഹന്തി, ഹൽദി, സംഗീതം പോലെയുള്ള ചടങ്ങുകൾ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾക്കെല്ലാം ഒരു പ്ലേറ്റ് ഫുഡിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലുള്ള കണക്കാണ് ഇപ്പോൾ പുതിയ വരുന്നത്. ഇതിൽ ചില പ്ലേറ്റിലേക്ക് 30 വിഭവങ്ങളും 35ഉം 40 വിഭവങ്ങളും വരെ ഉണ്ടാക്കി വയ്ക്കുന്ന ചില കല്യാണ പാർട്ടികളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ ഏതൊക്കെ വേണമെന്ന് വെക്കുക, ഏതൊക്കെ വേണ്ടെന്ന് വെക്കുക, അത് നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷനാണ്. ഒത്തിരി വിഭവങ്ങൾ പലരും കഴിക്കാറില്ല. ചിലർ 3-4 വിഭവങ്ങളായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെനു തയ്യാറാക്കുക. അതിൽ തന്നെ നമുക്ക് വളരെയധികം പൈസ ലാഭിക്കാൻ കഴിയും. ഇനി നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു പോരായ്മയാണ്, കുടുംബത്തിൽ ഒരു കല്യാണം വരുമ്പോൾ തൊട്ട് മുൻപ് നമ്മുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ വീട്ടിൽ നടന്നൊരു കല്യാണവുമായി കമ്പയർ ചെയ്ത് കല്യാണം നടത്തുക. ആ വീട്ടിൽ നടന്ന കല്യാണത്തിന് ഭക്ഷണത്തിൽ ഇത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു, വരന് കൊടുത്ത കാറ് ഇന്ന കാറാണ് വാങ്ങിക്കൊടുത്തത്, അതിനേക്കാളും വില കൂടിയ കാറ് നമ്മുടെ തായും വരുവന് വാങ്ങിക്കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ അവിടെ അയച്ച ഇൻവിറ്റേഷന്റെ കാർഡ് മുതൽ അവിടെ നടത്തിയ കല്യാണത്തിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കണം നമ്മുടെ കുടുംബത്തിൽ നടത്തുന്ന കല്യാണം എന്നൊരു ധാരണ ഉണ്ടാകുന്നു.
എന്നാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നോ രണ്ടോ കല്യാണം നടത്തി കടക്കണിയിലായവരും വീടും നാടും ഉപേക്ഷിച്ച് ഗൃഹനാഥൻ വിദേശങ്ങളിൽ ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയും ജീവിതകാലം മുഴുവൻ ഒരു കല്യാണം നടത്തി അതിന്റെ കടം തീർക്കാൻ വേണ്ടി അധ്വാനിച്ചാലും തീരാത്ത രീതിക്കുള്ള കടക്കണിയിലായിരിക്കും നമ്മൾ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഒരു കല്യാണം നടത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ പ്രധാനമായും സംസാരിച്ച 2 മോഡലിലുള്ള കല്യാണം, ആഡംബരമായി നടത്തുന്ന കല്യാണം, വളരെ ലളിതമായ രീതിയിൽ നടത്തുന്ന കല്യാണം. ഇതിൽ ഏത് കല്യാണത്തെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത്? ആഡംബര കല്യാണങ്ങളെയാണോ, ലളിതമായ രീതിയിൽ നടത്തുന്ന ചെറിയ കല്യാണങ്ങളെയാണോ? എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി തമ്മിൽ വീണ്ടും കാണുമായിരിക്കും. സൈൻ ഔട്ട്.